ട്രംപിന്റെ 50% ടാരിഫ് ഇന്ത്യൻ എക്സ്പോർട്സിനെ ഹിറ്റ് ചെയ്തിരിക്കുന്ന ഈ സമയത്ത് ഇതൊരു അനിവാര്യതയാണ്. ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഡൊമസ്റ്റിക് ഡിമാൻഡ് കൂട്ടുക എന്നതാണ് ഇപ്പം ഈ ഒരു GST റിഫോം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇതിലൊരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് ആണ് കൊണ്ടുവരാൻ നോക്കുന്നത്. അതായത് കുറച്ചുകൂടി ഒരു കൺസംഷൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു നികുതി വ്യവസ്ഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ ക്ലാസിന്റെ ഒരു എന്താ പറയാ കൺസംഷൻ കേപ്പബിലിറ്റി അത് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ 4 സ്ലാബിൽ നിന്ന് 2 സ്ലാബിലേക്ക് പോയത്. അപ്പൊ അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി, സുതാര്യത ഇതൊക്കെ കൊണ്ടുവരിക മാത്രമല്ല സിറ്റിസൺസിനും ബിസിനസ്സുകൾക്കും എല്ലാം തന്നെ കുറച്ചുകൂടെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു റിഫോം ആയിട്ടാണ് ഇതിനെ കാണാൻ പറ്റുക. ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഈസ് ഓഫ് ലിവിങ്ങിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ റിഫോം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം നിത്യോപകരണ സാധനങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ 12% നിന്ന് 5%-ലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ഡയറക്റ്റ് റിലീഫാണ് ഈ മിഡിൽ ക്ലാസ് ഹൗസ് ഹോൾഡിനുള്ള. അപ്പൊ അവരുടെ ഒരു എന്താ പറയാ ഒരു കൺസ്യൂമർ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ബേസിക്കലി. അപ്പം അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഇതൊരു കൺസംഷൻ ഡ്രിവൺ നികുതി വ്യവസ്ഥയാണ്. അപ്പം ഇതില് മറ്റേ ഈ സിൻ ഗുഡ്സും അൾട്രാ ലക്ഷറി ഗുഡ്സും മാത്രമാണ് നമുക്കൊരു എക്സെപ്ഷൻ ആയിട്ട് കാണാൻ പറ്റും. മറ്റ് 2 കാറ്റഗറീസിലേക്കാക്കി ഒതുക്കിയിട്ടുണ്ട്. സിൻ ഗുഡ്സിന് ബേസിക്കലി അതൊരു സിൻ ഗുഡ്സും ഈ പറഞ്ഞ പോലെ അൾട്രാ ലക്ഷറി ഗുഡ്സും ഒരു സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ പോലും ഇതിന് രണ്ടിനും 2 ലോജിക്കാണ് ബേസിക്കലി. അതിന്റെ ടാക്സേഷൻ ലോജിക്ക് രണ്ടും വേറെയാണ്. ഒന്നിനെ ഒരു കൺസംഷൻ ഡിസ്കറേജ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരു പബ്ലിക് ഹെൽത്തിന്റെ ലോജിക്കിലൂടെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. അപ്പം സിൻ ഗുഡ്സ് ഡിസ്കറേജ് ചെയ്യുക, അൾട്രാ ലക്ഷറി ഗുഡ്സിൽ കുറച്ചുകൂടെ എന്താ പറയുക ഒരു റവന്യൂ ലോജിക്ക് തന്നെയാണ്. അപ്പം കുറച്ചുകൂടെ വെൽതി ആയിട്ടുള്ള കുറച്ചുകൂടെ അൾട്രാ ലക്ഷറി ഗുഡ്സ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അത്രയും ടാക്സ് പേ ചെയ്യുക എന്ന ലോജിക്കാണ് അതിൽ അപ്ലൈ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഇതിനൊക്കെ GST-ന്ന് എക്സംപ്റ്റ് ചെയ്യണം എന്ന ഒരു ഡിമാൻഡ് കൂടെ ഉണ്ട്. അപ്പം കാരണം പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ മെഡിക്കൽ ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ചില റിലാക്സേഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതലും നമ്മുടെ ഒരു എന്താ പറയുക മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഓവറോൾ ഇക്കോണമിയെ തന്നെ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊരു വെറുമൊരു ടാക്സ് റിലീഫ് മാത്രമല്ല, ഇത് ആളുകൾക്ക് കൂടുതൽ ഡിസ്പോസബിൾ ഇൻകം ഉണ്ടാക്കാനും കൂടെ സാധിക്കുന്ന ഒരു ലെവലിലുള്ള ഒരു GST റിഫോം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പൊ അതിലിപ്പോ നമ്മളൊരു സെക്ടറൽ ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം റിയൽ എസ്റ്റേറ്റ്, അവിടെ കുറച്ചുകൂടെ കൺസ്ട്രക്ഷൻ ഇൻപുട്സ് ഒക്കെ കുറച്ചുകൂടെ ചീപ്പാവാൻ പോവുകയാണെങ്കിൽ വീടുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആളുകൾക്ക് കൂടുതൽ അഫോർഡബിൾ ആയി കഴിയും. അപ്പം കമേഴ്ഷ്യൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വയബിൾ ആകും. പിന്നെ ടൂറിസം ഇൻഡസ്ട്രി ഇതിൽ നിന്നും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്ലോബൽ ഇമേജ് തന്നെയാണ് ഇമ്പ്രൂവ് ആകാൻ പോകുന്നത്. പിന്നെ ഈ റിന്യൂവബിൾ എനർജി സെക്ടർ, എസ്പെഷ്യലി ഈ സോളാർ പോലുള്ള മേഖലകൾ, അവിടെ അവർ കുറച്ചുകൂടെ എന്താ പറയുക ഒരു ഫാസ്റ്റ് എക്സ്പാൻഷൻ നടന്നാൽ അത് ടാക്സ് റിഫോമിനെ നമ്മളൊരു ക്ലൈമറ്റ് ആക്ഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാൻ പറ്റും. സോ ഓവറോൾ ഇതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ബെനിഫിഷ്യൽ GST റിഫോം. പക്ഷെ ചില സ്റ്റേറ്റുകൾക്ക് ഇതിൽ എതിർപ്പുണ്ടാകാം. കാരണം അവർക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റവന്യൂ ഡിപ്പ് അതിൽ കാണാൻ പറ്റും. പക്ഷെ ആ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണത്തിന് പറയണ ഒരു വലിയ കേക്കിന്റെ ഒരു ചെറിയൊരു കേക്കിന്റെ വലിയ കഷ്ണത്തെക്കാൾ വലുതായിരിക്കും എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ നമ്മുടെ ഓവറോൾ എക്കണോമിക് ബൂസ്റ്റ് ആണ് ഈ ഒരു റവന്യൂ, ഈ ഒരു GST റിഫോമിലൂടെ സെന്റർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഡെയിലി യൂസ് എന്നുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസിന്റെ എന്താ പറയുക ഈ മിഡിൽ ക്ലാസ് കാറ്റഗറിയിലുള്ള ആളുകളുടെ കൺസംഷൻ പാറ്റേൺസ്, ഇതൊക്കെയാണ് ഇമ്പ്രൂവ് ആകാൻ പോകുന്നതിലുള്ള. സോ ബേസിക്കലി ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് കുറെ കൂടെ ഒരു എന്താ പറയുക ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സമയത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഗ്ലോബൽ ലെവലിൽ നമ്മൾ തന്നെ ഒരു ബെറ്റർ എക്കണോമിക് എന്താ പറയുക എക്കണോമിക് ലീഡറായിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു GST റിഫോം ആയിട്ടാണ് ഞാൻ